നമസ്കാരം, ഞാൻ റജിന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിദേശത്തുള്ള എല്ലാ പൗരന്മാരെയും സ്വദേശത്ത് എത്തിക്കുമെന്ന് ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഭവ വികാസങ്ങൾ ബാധിച്ച രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന വിദേശത്തുള്ള എല്ലാ പൗരന്മാർക്കും സ്വദേശത്തേക്ക് മടങ്ങുന്നതിനുള്ള സൗകര്യം വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഈ രാജ്യങ്ങളിലെ വ്യോമാതിർത്തി പൂർണ്ണമായോ ഭാഗികമായോ തുറന്നതിനു ശേഷമാണ് ഇത് സാധ്യമായത്. രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ നിർദ്ദേശങ്ങളും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ ഉത്തരവ് നടപ്പിലാക്കിയും പൗരന്മാരെ സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യം ഒരുക്കി. ബഹ്റൈൻ രാജ്യത്തിന്റെ ദേശീയ വിമാന കമ്പനിയായ ഗൾഫ് എയറിൽ നിന്നുള്ള അവസാന 2 വിമാനങ്ങൾ തുർക്ക്മെനിസ്ഥാൻ റിപ്പബ്ലിക്കിൽ നിന്ന് എത്തി. ഇറാനിൽ നിന്ന് മടങ്ങി വരാൻ സൗകര്യമൊരുക്കിയ 203 പൗരന്മാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. വ്യോമാതിർത്തി അടച്ചുപൂട്ടൽ ബാധിച്ച വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 103 പൗരന്മാരുടെ തിരിച്ചുവരവും സുരക്ഷമാക്കുകയും സൗകര്യമൊരുക്കുകയും ചെയ്തു. ഇറാൻ, ഇറാഖ്, ജോർദാൻ, റഷ്യ, അസർബൈജാൻ, അർമേനിയ എന്നിവിടങ്ങളിൽ നിന്ന് 2586 പൗരന്മാരെ ബഹ്റൈനിലേക്ക് മടങ്ങാൻ മന്ത്രാലയം സൗകര്യമൊരുക്കിയിട്ടുണ്ട്. 9 ഗൾഫ് എയർ വിമാനങ്ങളും കരമാർഗം 37 ബസ്സുകളും ഉപയോഗിച്ചാണ് ഇത് ചെയ്തത്. ഈ ശ്രമങ്ങളിൽ സഹകരണത്തിനും പിന്തുണയ്ക്കും ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളുടെ നയതന്ത്ര ദൗത്യങ്ങൾക്ക് മന്ത്രാലയം നന്ദി അറിയിക്കുന്നു. ബഹ്റൈൻ പൗരന്മാർക്ക് അതിർത്തി കടന്നുള്ള നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിന് ഇറാഖും തുർക്ക്മെനിസ്ഥാനും നൽകിയ സഹായത്തിനും നന്ദി പറയുന്നതായും മന്ത്രാലയം അറിയിച്ചു. റഷ്യയുമായി 6 പ്രധാന കരാറുകളിൽ ഒപ്പുവെച്ച് ബഹ്റൈൻ. റഷ്യയുമായി ബന്ധം ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായി 6 പ്രധാന കരാറുകളിൽ ഒപ്പുവെച്ച് ബഹ്റൈൻ. മാനുഷിക കാര്യങ്ങൾക്കും യുവജന കാര്യങ്ങൾക്കുമുള്ള ഹമദ് രാജാവിന്റെ പ്രതിനിധി ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ റഷ്യയിൽ നടന്ന 28ാമത് സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ എക്കണോമിക് ഫോറത്തിൽ പങ്കെടുക്കവെയാണ് കരാർ ഒപ്പിട്ടത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഇരു രാജ്യങ്ങളിലെയും പ്രമുഖർ എന്നിവരും സന്നിധരായിരുന്നു. പ്രധാന 6 കരാറുകളിലാണ് ഇരു രാജ്യങ്ങളുടെയും ബന്ധപ്പെട്ട അധികൃതർ ഒപ്പുവെച്ചത്. രാഷ്ട്ര നേതാക്കളുമായി നടന്ന പാനൽ ചർച്ചയിൽ സംസാരിച്ച ഷെയ്ഖ് നാസർ സാമ്പത്തിക വികസനത്തോടുള്ള ബഹ്റൈന്റെ സമീപനത്തെക്കുറിച്ചും റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുന്നതിന്റെ പ്രതിബദ്ധതയും അറിയിച്ചു. അതിഥി രാജ്യമെന്ന നിലയ്ക്ക് ക്ഷണിക്കപ്പെട്ട ബഹ്റൈന്റെ പ്രതിനിധിയായാണ് ഷെയ്ഖ് നാസർ ഫോറത്തിൽ പങ്കെടുത്തത്. വോയിസ് ഓഫ് ബഹ്റൈൻ BDക്ക് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. വോയിസ് ഓഫ് ബഹ്റൈനും ബ്ലഡ് ഡൊണേഴ്സ് കേരളയും സംയുക്തമായി കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ 83 പേർ രക്തം നൽകി. സാമൂഹിക പ്രവർത്തകൻ ബഷീർ അമ്പലായി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. BDക്ക് വൈസ് പ്രസിഡന്റ് സുരേഷ് പുത്തൻവിളയിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് BDക്ക് ജനറൽ സെക്രട്ടറി ജിബിൻ ജോയ് സ്വാഗതവും വോയിസ് ഓഫ് ബഹ്റൈൻ പ്രസിഡന്റ് പ്രവീൺ കുമാർ നന്ദിയും രേഖപ്പെടുത്തി. വോയിസ് ഓഫ് ബഹ്റൈൻ ജനറൽ സെക്രട്ടറി ഷർമിൽ കൊളശ്ശേരി ആശംസ അർപ്പിച്ച് സംസാരിച്ചു. BDക്ക് ട്രഷറർ സാബു അഗസ്റ്റിൻ, അസിസ്റ്റന്റ് ട്രഷറർ രേഷ്മ ഗിരീഷ്, ക്യാമ്പ് കോർഡിനേറ്റർ സുനിൽ മനവളപ്പിൽ, സരീന റാഫി, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഫാത്തിമ സഹല, അബ്ദുൽ നാഫി, സെന്തിൽ, വോയിസ് ഓഫ് ബഹ്റൈൻ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എന്നിവർ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന് നേതൃത്വം നൽകി. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.
BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. KCAയുടെ നേതൃത്വത്തിൽ ത്രിദിന യോഗ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ത്രിദിന യോഗ ക്യാമ്പ് KCA ഹാളിൽ വിജയകരമായി സംഘടിപ്പിച്ചു. ജൂൺ 19 മുതൽ 21 വരെ നടന്ന ക്യാമ്പിൽ വിവിധ പ്രായ വിഭാഗങ്ങളിലുള്ള നിരവധി ആളുകൾ പങ്കെടുത്തു. ക്യാമ്പിൽ പങ്കെടുത്തവർ എല്ലാവരും യോഗാസനങ്ങളും പ്രാണായാമങ്ങളും ഉൾപ്പെടെ വിവിധ പരിശീലനങ്ങൾക്ക് ഭാഗമായി. ആർട്ട് ഓഫ് ലിവിന്റെ ബഹ്റൈനിലെ പ്രഗത്ഭരായ യോഗാചാര്യകളായ ശ്രീമതി രഞ്ജിനിയും ശ്രീമതി മിനിയുമാണ് പരിശീലനങ്ങൾ നയിച്ചത്. മാനസികവും ശാരീരികവുമായ ആരോഗ്യം ലക്ഷ്യമിട്ട് വിവിധ രീതികളിലുള്ള അഭ്യാസങ്ങളും ചർച്ചകളും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. അവസാന ദിവസം നടന്ന സമാപന സമ്മേളനത്തിൽ KCA പ്രസിഡന്റ് ശ്രീ രാജേഷ് നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. വനിതാ വിഭാഗം പ്രസിഡന്റ് ശ്രീമതി രമ സന്തോഷ്, സെക്രട്ടറി സുമ മനോഹരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി സതീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് ആശംസകൾ അർപ്പിച്ചു. സമാപന പരിപാടിയുടെ ഭാഗമായി ഭക്തിഗാനമേളയും അരങ്ങേറി. ബഹ്റൈൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം സംഘടിപ്പിക്കുന്ന ബഹ്റൈൻ മലപ്പുറം ക്രിക്കറ്റ് ലീഗ് ജൂലൈ 5-ന്. ബഹ്റൈൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം സംഘടിപ്പിക്കുന്ന ബഹ്റൈൻ മലപ്പുറം ക്രിക്കറ്റ് ലീഗ് ജൂലൈ 5 ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 50ഓളം കളിക്കാർ പങ്കെടുക്കുന്ന ടൂർണമെന്റ് ബുസൈദീൻ റാപ്റ്റേഴ്സ് 11 ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ചായിരിക്കും സംഘടിപ്പിക്കുക. ടൂർണമെന്റിന്റെ മുന്നോടിയായി ടീമുകളുടെ മാനേജേഴ്സ്, ടീം ക്യാപ്റ്റൻസ് എന്നിവരെ പങ്കെടുപ്പിച്ച് ക്യാപ്റ്റൻസ് മീറ്റും ടീം സെലക്ഷനും ജൂൺ 26 വ്യാഴാഴ്ച നടന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് ടീം സെലക്ഷൻ. ഒരേ സമയം ഓൺലൈനായും ഓഫ്ലൈനായും നടന്ന മീറ്റിംഗിൽ ടൂർണമെന്റിന്റെ നിയമാവലി അവതരിപ്പിക്കുകയും ടീമുകളെ വിവിധ ഗ്രൂപ്പുകളായി തിരിക്കുകയും ചെയ്തു. വിജയിക്കുന്ന ടീമുകൾക്കും മികച്ച വ്യക്തിഗത പ്രകടനങ്ങൾക്കും ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ബഹ്റൈനിലെ എല്ലാ കായിക പ്രേമികളെയും മത്സരം വീക്ഷിക്കുന്നതിനായി ബുസൈദീൻ റാപ്റ്റേഴ്സ് 11 ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നതായി ബഹ്റൈൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 34125135 3222 6443 33748156 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ബഹ്റൈൻ പ്രതിഭ വോളി ഫെസ്റ്റ് സീസൺ 4 ബഹ്റൈൻ KMCC ജേതാക്കൾ. ബഹ്റൈൻ പ്രതിഭ മുഹറക് മേഖല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന വോളിബോൾ മത്സരത്തിന്റെ 4ാം സീസൺ ജൂൺ 12, 13 തീയതികളിൽ സിഞ്ചിലെ അൽ അഹ്ലി ക്ലബ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. വോളി ഫെസ്റ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് രാധാകൃഷ്ണ പിള്ളെ നിർവഹിച്ചു. വോളി ഫെസ്റ്റ് ജനറൽ കൺവീനർ സുലേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് സജീവൻ മക്കണ്ടി അധ്യക്ഷത വഹിച്ചു. വോളി ഫെസ്റ്റ് ചെയർപേഴ്സൺ AV അശോകൻ, പ്രതിഭ സെക്രട്ടറി മിജോഷ് മൊറാഴ, പ്രതിഭ പ്രസിഡന്റ് ബിനു മണിൽ, മേഖലാ സെക്രട്ടറി ബിനു കരുണാകരൻ, പ്രതിഭ രക്ഷാധികാരി സമിതി അംഗങ്ങളായ CV നാരായണൻ, സുബൈർ കണ്ണൂർ എന്നിവർ സംബന്ധിച്ചു. രാധാകൃഷ്ണ പിള്ളയ്ക്കുള്ള ഉപഹാരം മേഖലാ സെക്രട്ടറി ബിനു കരുണാകരൻ കൈമാറി. സംഘാടക സമിതി കൺവീനർ അജീഷ് നന്ദി പറഞ്ഞു. 12 ടീമുകൾ പങ്കെടുത്ത മത്സരങ്ങളുടെ പ്രാഥമിക ലീഗ് മത്സരങ്ങൾ വ്യാഴാഴ്ചയും ക്വാർട്ടർ, സെമി ഫൈനൽ മത്സരങ്ങൾ വെള്ളിയാഴ്ചയും നടന്നു. ആവേശം നിറഞ്ഞ മത്സരത്തിൽ നേരിട്ടുള്ള സെറ്റുകൾക്ക് KMCC കോഴിക്കോട് അൽറീഫ് വോളി ഫൈറ്റേഴ്സിനെ തോൽപ്പിച്ച് വോളി ഫെസ്റ്റ് സീസൺ 4 കിരീടം സ്വന്തമാക്കി. വിജയികൾക്കുള്ള ട്രോഫി പ്രതിഭ രക്ഷാധികാരി P ശ്രീജിത്തും റണ്ണേഴ്സ് അപ്പിനുള്ള ട്രോഫി പ്രതിഭ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാഴയും നൽകി. മേഖലാ കമ്മിറ്റി അംഗങ്ങൾ, രക്ഷാധികാരി അംഗങ്ങൾ, സംഘാടക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ മറ്റു ട്രോഫികളും സ്പോൺസേഴ്സിനുള്ള ഉപഹാരങ്ങളും നൽകുകയുണ്ടായി. ഇതോടൊപ്പം ഫിലിപ്പൈൻ വനിതാ ടീമുകളുടെ സൗഹൃദ മത്സരവും അരങ്ങേറി. BMC ന്യൂസ് ലൈവിൽ മറ്റൊരു ഇടവേള.
BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ലൈഫ് ഓഫ് കെയറിംഗ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ജീവകാരുണ്യ കലാ സാംസ്കാരിക രംഗത്തെ അറിയപ്പെടുന്ന സംഘടനയായ ലൈഫ് ഓഫ് കെയറിംഗ് 2025-27 വർഷ കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. കലവറ റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന ജനറൽ ബോഡി മീറ്റിംഗിന് പ്രസിഡന്റ് ശിവാംബിക അധ്യക്ഷത വഹിച്ചു. സാമൂഹിക പ്രവർത്തകരായ മോനി ഒടികണ്ടത്തിൽ, EV രാജീവൻ, അൻവർ നിലമ്പൂർ, അജിത് കണ്ണൂർ എന്നിവർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. പുതിയ ഭാരവാഹികളായി രക്ഷാധികാരി അജി പി ജോയ്, ചെയർപേഴ്സൺ സരിത വിനോജ്, പ്രസിഡന്റ് ശിവാംബിക, സെക്രട്ടറി ആതിര പ്രശാന്ത്, വൈസ് പ്രസിഡന്റ് ശ്യാമ ജീവൻ, ജോയിന്റ് സെക്രട്ടറി ലിസി മേരി, ട്രഷറർ ലക്ഷ്മി സന്തോഷ്, ജനറൽ കൺവീനർ അമ്പിളി, ജനറൽ കോർഡിനേറ്റർ ഉഷകുമാരി, എന്റർടൈൻമെന്റ് സെക്രട്ടറി ഹിമ സ്റ്റീഫൻ, ചാരിറ്റി കൺവീനർ ശാന്തി ശ്രീകുമാർ, ജോയിന്റ് ചാരിറ്റി കൺവീനർ ഷാനിഫ എന്നിവരെയും മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. സംഘടനയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു. സാമൂഹ്യ പ്രവർത്തകരായ ജേക്കബ് തെക്കുംതോട്, മണിക്കുട്ടൻ, തോമസ് ഫിലിപ്പ്, അഞ്ജു സന്തോഷ് എന്നിവർ സന്നിധരായി. ജനറൽ കോർഡിനേറ്റർ ഉഷകുമാരി നന്ദിയും പറഞ്ഞു. ബഹ്റൈനിലെ പ്രവാസി കലാപ്രവർത്തകർ അണിയിച്ചൊരുക്കിയ ദ റെഡ് ബലൂൺ ഷോർട്ട് ഫിലിം രണ്ടാം പ്രദർശനം ദാനമോൾ എപിക്സ് സിനിമയിൽ നടന്നു. പ്രസിദ്ധമായ നിരവധി കമ്പനികളുടെ CEO ആയി പ്രവർത്തിക്കുകയും ചലച്ചിത്ര സാംസ്കാരിക രംഗത്ത് സജീവമായി നിലകൊള്ളുകയും ചെയ്യുന്ന അജിത് കുമാർ, ശാരദ അജിത്, EV രാജീവൻ എന്നിവർ മുഖ്യാതിഥികൾ ആയിരുന്നു. കുട്ടിസാറ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ അണിയിച്ചൊരുക്കിയ ഈ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിരിക്കുന്നത് വികാസ് സൂര്യയും ലിജിൻ പോയിലും ചേർന്നാണ്. സസ്പെൻസ് ത്രില്ലറായ ദി റെഡ് ബലൂൺ ബഹ്റൈനിൽ ആണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. പ്രിയ ലിജിനാണ് പ്രൊഡ്യൂസർ. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഷാജി പുതുക്കുടി, ഷംന വികാസ്, സാദിഖ്, കുട്ടിസാറ, ധനേഷ്, ജോസ്ന, ബിസ്റ്റിൻ, പ്രശോഭ്, സിംല, രമ്യ ബിനോജ്, ജെൻസൺ, ജെസി, ദീപക് തണൽ, സൂര്യദേവ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. ഈ ചിത്രത്തിന്റെ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്തവരെല്ലാം സിനിമാ ഫീൽഡിൽ ഉള്ളവർ ആയതിനാൽ നല്ല പ്രതികരണം തന്നെയാണ് പ്രേക്ഷകരിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ബഹ്റൈനിൽ ദ റെഡ് ബലൂൺ ഒരു പ്രദർശനം കൂടി ഉണ്ടായിരിക്കുമെന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. MMS വിദ്യാഭ്യാസ അവാർഡ് വിതരണവും യോഗ ദിനാഘോഷവും ജൂൺ 29 ഞായറാഴ്ച. മുഹറഖ് മലയാളി സമാജം ഈ വർഷത്തെ 10-12 ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും മക്കൾ നാട്ടിലുള്ള രക്ഷിതാക്കളെയും ആദരിക്കുന്ന MMS വിദ്യാധരം 2025 അവാർഡ് വിതരണവും ആർട്ട് ഓഫ് ലിവിംഗ് ബഹ്റൈൻ യൂണിറ്റുമായി സഹകരിച്ച് നടത്തുന്ന അന്താരാഷ്ട്ര യോഗ ദിനാഘോഷവും ജൂൺ 29 ഞായറാഴ്ച 7 മണി മുതൽ മുഹറഖ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ച് നടക്കുമെന്ന് പ്രസിഡന്റ് അനസ് റഹീം, സെക്രട്ടറി സുനിൽ കുമാർ, ട്രഷറർ ശിവശങ്കർ എന്നിവർ അറിയിച്ചു. പ്രവാസി ലീഗൽ സെൽ സൗദി അറേബ്യ ചാപ്റ്റർ കോർഡിനേറ്ററായി പീറ്റർ വർഗീസ്. പ്രവാസി ലീഗൽ സെൽ സൗദി അറേബ്യ ചാപ്റ്റർ കോർഡിനേറ്ററായി പീറ്റർ വർഗീസ് നിയമിതനായി. സൗദി അറേബ്യയിലെ റിയാദിൽ 33 വർഷമായി ഓട്ടോമേഷൻ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന പീറ്റർ വർഗീസ് സൗദി അറേബ്യയിലെയും ഇന്ത്യയിലെയും വ്യാവസായിക മേഖലയിൽ വിവിധ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ പദ്ധതികൾക്ക് തന്റെ പരിചയ സമ്പത്ത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന GCC ഗൾഫ് അലൂമിനിയം കൗൺസിൽ കമ്മിറ്റി മെമ്പറായി സേവനമനുഷ്ഠിക്കുന്ന പീറ്റർ വർഗീസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സിലെ അംഗവുമാണ്. റിയാദ് ഇന്ത്യൻ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായും ജോയിന്റ് കൺവീനറായും സേവനമനുഷ്ഠിക്കുന്ന ഇദ്ദേഹം റിയാദിലെ വിവിധ തരത്തിലുള്ള സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യമാണ്. പീറ്റർ വർഗീസ് ഫൗണ്ടറായ പവിത്രം വെൽഫെയർ ഫൗണ്ടേഷൻ കേരളത്തിൽ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. പ്രവാസി ഇന്ത്യക്കാർ ഏറെയുള്ള സൗദി അറേബ്യയിൽ ഈ നിയമനം പ്രവാസി ലീഗൽ സെൽ പ്രവർത്തനം കൂടുതൽ സജീവമാക്കാൻ സഹായകരമാകുമെന്ന് പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം പറഞ്ഞു. പ്രവാസികളെ നിയമപരമായി ശാക്തീകരിക്കുന്നതിനായി കൂടുതൽ രാജ്യങ്ങളിലേക്കും വ്യത്യസ്ത മേഖലകളിലേക്കും ലീഗൽ സെൽ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ വക്താവും ബഹ്റൈൻ ചാപ്റ്റർ അധ്യക്ഷനുമായ സുധീർ തിരുനിലത്ത്, ദുബായ് ചാപ്റ്റർ അധ്യക്ഷൻ TN കൃഷ്ണകുമാർ, അബുദാബി ചാപ്റ്റർ അധ്യക്ഷൻ ജയപാൽ ചന്ദ്രസേനൻ, ഷാർജ അജ്മാൻ ചാപ്റ്റർ അധ്യക്ഷ ഹാജർ അബി വലിയകത്ത്, കേരള ചാപ്റ്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് R മുരളീധരൻ, UK ചാപ്റ്റർ അധ്യക്ഷ അഡ്വക്കേറ്റ് സോണിയ സണ്ണി, ഒമാൻ ചാപ്റ്റർ കോർഡിനേറ്റർ രാജേഷ് കുമാർ എന്നിവർ പത്രക്കുറിപ്പിൽ അറിയിച്ചു. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. This July and August, let your child shine with creativity, confidence and a whole lot of fun.
iMac Cochin Kalabhavan is back with Summer Class 2025, a perfect mix of learning and enjoyment. From cinematic dance, classical dance, vocal music, instrumental music, to art and craft, drawing and painting, and martial arts, we have got something for every young talent. That's not all. We have lined up fun activities like field trips, movie time, yoga, games, thrilling competitions, and much more to keep the excitement going. Worried about transport? We've got it covered. And for the grand finale, every child's performances will be live streamed on BMC Global Live. And guess what? All this at an affordable fee so that every child gets a chance. Admissions are open now, and here's the best part. First 50 admissions get the registration fee for free. So hurry up, call the number shown on the screen now to give your child a summer full of joy, creativity, and new friendships. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ബഹ്റൈൻ AKCC അന്തർദേശീയ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പ്രതിരോധ സദസ്സ് സംഘടിപ്പിച്ചു. ബഹ്റൈൻ AKCC അന്തർദേശീയ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പ്രതിരോധ സദസ്സ് സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ സേന കൺവീനർ ശ്രീ ജൻസൺ ദേവസി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാട്ടിൽ ലഹരി സുലഭമായതോടെ ലഹരിയുടെ അടിമകളും കുറ്റവാളികളുമായ മനുഷ്യർ തീർത്ത നരകങ്ങൾ കേരളത്തിൽ പെരുകുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജൻസൺ ദേവസി പറഞ്ഞു. തകർന്നടിയുന്ന പുതിയ തലമുറയെ ഓർത്തെങ്കിലും ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ സർക്കാരുകൾ കുറെ കൂടി ആർജവത്തോടെ ഇടപെടണമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ AKCC ഗ്ലോബൽ സെക്രട്ടറിയും ബഹ്റൈൻ പ്രസിഡന്റുമായ ചാൾസ് ആലുക്ക പറഞ്ഞു. പ്രതിരോധ സദസ്സിന് മേമോൾ ചാൾസ്, സുനു ജോസഫ്, AKCC ഭാരവാഹികളായ GB അലക്സ്, ജോജി കുര്യൻ, ബൈജു, ജോൺ ആലപ്പാട്, രതീഷ് സെബാസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകി. ജീവൻ ചാക്കോ സ്വാഗതവും പോളി വിജയത്തിൽ നന്ദിയും പറഞ്ഞു. ICF എജു എക്സ്പോ ഇന്ന്. +2 പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉപരിപഠനം നടത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളുമായി ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന എജു എക്സ്പോ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് സംഘടിപ്പിച്ചു. യൂണിവേഴ്സിറ്റികളിലെ വിവിധ കോഴ്സുകൾ, അഡ്മിഷൻ രീതികൾ, ഫീസ് വിവരങ്ങൾ, വിസ സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങിയവ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ശില്പശാലയിൽ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പങ്കെടുക്കാവുന്ന രീതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. പഠനയിടങ്ങളുടെ പരമ്പരാഗത രീതികളും സങ്കല്പങ്ങളും മാറുന്ന പുതിയ വിദേശ രാജ്യങ്ങളിലെ തുടർ പഠനങ്ങളുടെ അനന്ത സാധ്യതകളിലേക്ക് വെളിച്ചം നൽകുന്നതായിരിക്കും ശില്പശാലയെന്ന് സംഘാടകർ അറിയിച്ചു. UK, റഷ്യ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പഠന സാധ്യതകളെക്കുറിച്ച് പരിചയസമ്പന്നരുമായ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് സംവദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ നേതൃത്വം നൽകുന്ന എജു എക്സ്പോ കേരള സ്പോർട്സ് വകുപ്പ് മന്ത്രി V. അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. CBSE ക്ലസ്റ്റർ ചെസ് ടൂർണമെന്റിൽ ഇന്ത്യൻ സ്കൂളിന് മികച്ച നേട്ടം. ഈ വർഷത്തെ CBSE സ്കൂൾ ക്ലസ്റ്റർ ചെസ് ടൂർണമെന്റിൽ ഇന്ത്യൻ സ്കൂൾ മികച്ച നേട്ടം കൈവരിച്ചു. ഇന്ത്യൻ സ്കൂൾ അണ്ടർ-14 ഗേൾസ് ടീം വിഭാഗത്തിൽ ചാമ്പ്യന്മാരായി. വിജയിച്ച ടീമിൽ ശാസ്തിങ്ക ബാലമുരുകൻ, ജാനറ്റ് ജോർജ്, ധ്രുവി പണിഗ്രഹി, സഞ്ജന സെൽഫ്രാജ് എന്നിവർ ഉൾപ്പെടുന്നു. അണ്ടർ-19 ഗേൾസ് വിഭാഗത്തിൽ ഇന്ത്യൻ സ്കൂൾ റണ്ണർ-അപ്പ് സ്ഥാനം നേടി. റിച്ച ആൻഡ് ബിജു, ദീപ്ഷിക കിഷോർ, ഉമ ഈശ്വരി, ജെറുഷ എലിസബത്ത് എന്നിവരായിരുന്നു ടീമിലെ അംഗങ്ങൾ. അണ്ടർ-14 ആൺകുട്ടികളുടെ ടീമും മികച്ച പ്രകടനത്തോടെ റണ്ണർ-അപ്പ് കിരീടം നേടി. പ്രണവ് സന്തോഷ്, കാശിനാഥ് K. സിൽജിത്ത്, പരമേഷ് സുരേഷ്, അദരാവ് ജഗ്താബ് എന്നിവരായിരുന്നു ടീം അംഗങ്ങൾ. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണിൽ വർഗീസ്, സെക്രട്ടറി V. രാജുപണ്ഡ്യൻ, വൈസ് ചെയർമാനും സ്പോർട്സ് അംഗവുമായ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, ഭരണസമിതി അംഗങ്ങൾ പ്രിൻസിപ്പൽ VR. പളനിസ്വാമി, കായിക വകുപ്പ് മേധാവി ശ്രീധർ ശിവ S എന്നിവർ ജേതാക്കളായും പരിശീലകനായ സൈക്കത്ത് സർക്കാരിനെയും ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിൽ അടുത്ത മാസം ഒപ്പിട്ടേക്കും. ഇന്ത്യയും UKയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ അടുത്ത മാസം അവസാനത്തോടെ ഒപ്പിട്ടേക്കും. കരാറുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുകയാണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചു. കേന്ദ്ര വാണിജ്യ സെക്രട്ടറി സുനിൽ ബർത്യാൽ UK സന്ദർശനം നടത്തുന്നതും കരാർ അടുത്ത മാസം യാഥാർത്ഥ്യമാകുമെന്നതിന്റെ സൂചനയാണ്. കരാർ സംബന്ധിച്ച അന്തിമ ചർച്ചകൾ മെയ് 6 പൂർത്തിയാക്കിയിരുന്നു. 2030 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം $120 ബില്യൺ ഉയർത്തുകയാണ് ലക്ഷ്യം. കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് കേന്ദ്രമന്ത്രിസഭയുടെയും ബ്രിട്ടീഷ് പാർലമെന്റിന്റെയും അംഗീകാരം ആവശ്യമാണ്. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയിൽ നിന്നുള്ള തുകൽ പാദരക്ഷകൾ
വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ, സമുദ്ര വിഭവങ്ങൾ തുടങ്ങിയവയ്ക്ക് UK വിപണിയിൽ മികച്ച പ്രവേശനം ലഭിക്കും. ഇതോടൊപ്പം UKയിൽ നിർമ്മിച്ച കാർ, മദ്യം, ചോക്ലേറ്റ്, മെഡിക്കൽ ഉപകരണങ്ങൾ, വൈദ്യുതോപകരണങ്ങൾ തുടങ്ങിയവയ്ക്ക് ഇന്ത്യ ഇറക്കുമതി തീരുവ കുറയ്ക്കുകയും ഇതുവഴി രാജ്യത്ത് ഈ വസ്തുക്കളുടെ വിലയിൽ കുറവുണ്ടാവുകയും ചെയ്യും. മദ്യം ഇറക്കുമതി തീരുവ 150% നിന്ന് 75 ആയി കുറയും. 10 വർഷത്തിനുള്ളിൽ ഇത് 40% നികുതിക്കപ്പുറം ചെറുകിട ജോലികൾ, ബിസിനസ്, പ്രൊഫഷണൽ സേവനങ്ങൾ, വിദ്യാഭ്യാസ സേവനങ്ങൾ തുടങ്ങിയവ മേഖലയിൽ ഇന്ത്യക്കും പ്രയോജനം ലഭിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. വരുന്ന 3 മണിക്കൂറിൽ കേരളത്തിൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് പുലർച്ചെ 5 മണിക്ക് നൽകിയ മഴ മുന്നറിയിപ്പിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയുണ്ടെന്നും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് അറിയിപ്പുണ്ട്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.